ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ദളപതി വിജയുടെ അവസാനത്തെ സിനിമ മലേഷ്യയിലെ ഓഡിയോ ലോഞ്ച് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പുള്ളി തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ തിരിച്ചു വരും എന്നാണ് സിനിമയിലേക്ക്. പക്ഷേ തോറ്റാലും ജയിച്ചാലും പുള്ളി ഇനി സിനിമയിലേക്കില്ല എന്നുള്ളതാണ് തീർത്തു പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് പുതിയ ന്യൂസായിരുന്നു കേട്ടോ, ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഒരു പക്ഷേ ഞാനങ്ങനെ ന്യൂസ് ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഓഡിയോ ലോഞ്ച് കഴിയുന്നിടം വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പുള്ളി ഇലക്ഷന് പോകും, ട്രൈ ചെയ്ത് സെറ്റായില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ച് വരും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും ഫസ്റ്റ് നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ട്രെയിലർ ഞാൻ ഓൾറെഡി കണ്ടു. എനിക്ക് ഭഗവന്ത് കേസരി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ട്രെയിലർ ഒന്നുകൂടെ കണ്ടു നോക്കാം. TVK ആണ് ശരിക്കും, ദളപതി വെട്രിക്കൊണ്ടൻ. മൂപ്പനാണ്, ബിൽഡപ്പാണ്. ഹീറോയിൻ മാനറിസംസ്, പുള്ളിയുടെ പാർട്ടിയുടെ കൊടിയുടെ ആനകളാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നത്. ഐക്കോണിക് മാനറിസംസ്. ആ മീശയൊക്കെ മുറുക്കി വെച്ചിട്ട് വരുമ്പോൾ മെറസൽ ലുക്കാണ്. ഇവിടെ തൊട്ട് ഉറപ്പിക്കാം ഭഗവത് കേസരി തന്നെ. ഇതേ കഥ തന്നെയായിരുന്നു മറ്റേതിലും. അതേ ഫാക്ടറി, അതേ സെറ്റപ്പ്, ലോറിയിൽ മാത്രം വന്നില്ല. ബോബി ഡിയോൾ. ഓട് മലരെ. പൂജ ഹെഗ്ഡെ. ഫുൾ ഡ്രോണും ഫുൾ സൈഫൈ ആയി അവിടുന്ന് പടം. എനിക്ക് തോന്നുന്നു ഈ സൈഫൈ പാർട്ടും ഇവിടെയൊക്കെയാണ് പടത്തിന് ഒരുപാട് ചേഞ്ചസ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഭഗവത് കേസരിയാണ്. അത് വേണ്ട, ഡിസ്കസ്റ്റിംഗ്. അപ്പോഴത്തേക്കും ഫുൾ പൊളിറ്റിക്കൽ രീതിയായി പുള്ളിയുടെ. அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am waiting இல்ல, தோண மாறு. Coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. கொலை பண்றதுக்கு அரசியலுக்கு வரீங்க. സ്റ്റാലിനാണോ ആ ഇരുന്ന് അടി വാങ്ങുന്നത്? അവസാനം എത്തിയപ്പോൾ ഐ റോബോട്ട് പോലെയൊക്കെ ആയി. എനിക്ക് തോന്നുന്നു ഭഗവന്ത് കേസരി, തോന്നുന്നു എന്നല്ല, ഭഗവന്ത് കേസരിയുടെ കഥ അതിനകത്ത് നൈസായിട്ട് കുറച്ച് സൈഫൈ പരിപാടി കാര്യങ്ങളെല്ലാം ഇഞ്ചെക്റ്റ് ചെയ്ത് ഐ റോബോട്ട് പോലെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് 2-3 പ്രാവശ്യം ഈ ട്രെയിലർ കണ്ടതൊക്കെ ശരി തന്നെയാണോ എന്നുള്ള രീതിയിൽ. എനിക്ക് ട്രെയിലറിൻ്റെ VFX പരിപാടിയൊന്നും അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇനി എനിക്കിഷ്ടപ്പെട്ടാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിക്സ്ഡ് റിവ്യൂ ആണെങ്കിലും ഈ പടത്തിൻ്റെ ജാതകം ഓൾറെഡി ഇത് ഹിറ്റാണ്. ഇപ്പം തന്നെ 15 കോടി ടിക്കറ്റൊക്കെ വിറ്റുപോയി. ഇന്ത്യയിൽ മൊത്തം എന്താ പറയുക, എല്ലാവരും കാത്തിരിക്കുന്നൊരു സിനിമ, 2026 ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി. ഇതിനകത്ത് ഉറപ്പാണ് ഈ കണ്ടതിനേക്കാൾ കൂടുതൽ ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ എൻട്രിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ കണ്ടിടത്തോളം തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു 2.5-3 മണിക്കൂർ സിനിമയ്ക്കകത്ത് എന്തൊക്കെ ഇവർക്ക് നിറയ്ക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇവർ അതിനകത്ത് ചെയ്തിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ ഭഗവന്ത് കേസരി കഥ തന്നെ മതിയായിരുന്നു. വിജയുടെ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ തന്നെ അത് ഹിറ്റാവാനുള്ള ഒരു മെറ്റീരിയലുണ്ട്. പ്ലസ് മറ്റേ ശ്രീലക്ഷ്മിയോ
അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഭഗവന്ത് കേസരിക്കകത്ത് അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാരുടെ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരുന്നു. അതെനിക്കൊരു വിശ്വാസമുണ്ട് മമത ബൈജു നന്നായിട്ട് ചെയ്യുമെന്ന്. പുള്ളിക്കാരി പക്ഷേ കുറേ ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി. അതെന്തായാലും മമിത ബൈജുവിൽ നിന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ഈ സൈഫൈ പാർട്ടും ബാക്കിയുള്ള യുദ്ധവും ഈ OM എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ എന്താവുമെന്നൊക്കെ കണ്ടറിയാം. എന്തായാലും 9-ാം തീയതി പടം കണ്ടിരിക്കും. പടത്തിൻ്റെ ഇനി എന്ത് റിവ്യൂസ് വന്നാലും കൊല ഹിറ്റായിരിക്കും. മോശം റിവ്യൂ വന്ന ബീസ്റ്റ് വരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടമാണ്. എനിക്കൊന്ന് പുള്ളിയുടെ ഏതൊരു പടവും പ്രൊഡ്യൂസറിന് അടി കിട്ടിയിട്ടില്ല. ഗോട്ടിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഗോട്ട് പക്ഷേ തീരെ മോശം അഭിപ്രായം തന്നെയായിരുന്നു. പക്ഷേ അതും ബോക്സ് ഓഫീസ് ഹിറ്റായിരിക്കാം. പുള്ളിയെ വെച്ചിട്ട് പുള്ളിയുടെ പടത്തിനൊരു ഓഡിയൻസ് ഉണ്ട്. യാതൊരു ഇതും വരാൻ പോകുന്നില്ല. ഇത് ഇമോഷണൽ കണക്റ്റാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ഞാൻ പുള്ളിയുടെ വലിയ ഫാനൊന്നുമല്ല. പക്ഷേ മലേഷ്യ ഓഡിയോ ലോഞ്ചിൻ്റെ ആ പരിപാടി കണ്ടിട്ട് ഈ മനുഷ്യനൊന്നും കരഞ്ഞു പോലും ഇല്ലല്ലോ. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അത്രയും സ്ട്രോങ് ആയിട്ടൊരു വിൽ പവറായിട്ട് പുള്ളി സിനിമയിലോട്ട് വന്നതും അതുപോലൊക്കെയാണ്. അതാണ് പറയുന്നത്. ഇത് നോർമലി ഒരാൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതൊരു സിനിമയായിട്ടല്ല കാണുക. അതുകൊണ്ട് തന്നെ ജനുവരി 9 പടം ജസ്റ്റ് കണ്ട് നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതുപരി ഇതിൻ്റെ ജയം പരാജയമൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഭഗവത് കേസരി തന്നെയാണ് പ്ലസ് സൈഫൈ. അതാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഗൈസ്.